ഹായ്, അമ്മയുടെ ചാനലിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂമ്പും കിഴങ്ങും കൂടെ ഒരു കട്ട്ലേറ്റ്. അമ്മ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളും ഇതുണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് അമ്മയ്ക്കും അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള കൂമ്പ് അമ്മ പൊടി പൊടിയായിട്ട് വേണ്ട കൊത്തി വെച്ചു. പിന്നെ അമ്മ കിഴങ്ങ്, ചെറിയ കിഴങ്ങ് ഇവയൊക്കെ അമ്മയ്ക്ക് കടയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അതായത് 5 കിഴങ്ങ് ഞാൻ വേവിച്ച് പുഴുങ്ങി വെച്ചു. ഇനി പൊടിച്ചെടുക്കണം ഇത്. പിന്നെ അതിന് ചേർക്കാനായതുകൊണ്ട് സവാള, ചെറിയ സവാളയായിരുന്നു, 3 സവാള എടുത്ത് അരിഞ്ഞു വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു. പച്ചമുളക് അരിഞ്ഞു വെച്ച് 2 എണ്ണം. പിന്നെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് അമ്മ കരിയാപ്പല അരിഞ്ഞു വെച്ചു. ഇനി നമുക്കിത് ഉണ്ടാക്കാം. കത്തിച്ചങ്ങ് പാനെടുപ്പയിലോട്ട് വെക്കാം. നമുക്ക് എണ്ണ ഒഴിക്കുക. 2-3 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇട്ട് വഴത്താം. ഉള്ളി പൊടി പൊടിയായിട്ട്, ഇച്ചിരി പൊടി പൊടിയായിട്ട് അരിയണം. ഇച്ചിരി ഉപ്പുനീരൊഴിക്കുക. ഉപ്പുനീരൊഴിക്കാമെങ്കിൽ നല്ലതായിട്ട് അങ്ങ് വഴന്ന് വരും. ഒത്തിരി അങ്ങ് വഴന്നാൽ മതി, ഒത്തിരി മൂക്കുമൊന്നും വേണ്ട. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കൂമ്പിന്റെ കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാക്കി നോക്കാവുന്ന വെച്ച് അമ്മ ഇന്ന് എടുത്തതാണ്. കൂമ്പിലാണെങ്കിൽ നാരൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലതാണ്. എല്ലാവരും ഷുഗർ രോഗികൾക്കൊക്കെ എല്ലാത്തിനും നല്ലതാണ്. കൂമ്പ്, പിണ്ടി ഇതൊക്കെ പണ്ടത്തെ കാലത്താണ് എല്ലാവരും കൂമ്പും വാഴപ്പിണ്ടിയും നാരുള്ളതെല്ലാം അയ്യത്തെ എല്ലാം എടുത്ത് കഴിക്കുകയും വെക്കുകയും ചെയ്യും. ഇപ്പൊ ആർക്കും സമയമില്ല. എല്ലാവരും ജോലിക്കാരുവാ. പോയിട്ട് വന്ന് വരുന്ന വഴിക്ക് എന്തെങ്കിലും പച്ചക്കറി മേടിച്ചോണ്ട് വരും. അത് വിഷമല്ലേ, അതല്ലേ കഴിക്കുന്നത്. അതിനിപ്പോ അങ്ങ് അസുഖമാണ്. നമ്മൾ അയ്യത്ത് എന്തെങ്കിലുമൊക്കെ നട്ടും എടുത്തും ചാണകപ്പൊടിയോ ചാരമോ ഒക്കെ ഇട്ട് നമ്മൾ വല്ലതും ഉണ്ടാക്കാമെങ്കിൽ അത് വിഷമൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് കഴിക്കാം. അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് ഇടുക. അതിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ച് അതും കൂടെ ഇടുക. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം പോട്ടെ, അതുവരെ നമുക്കൊന്ന് ആക്കാം. കരിയാപ്പില ഇടുക അതിനകത്തോട്ട്. ഇനി നമുക്ക് പൊടിവകയെല്ലാം ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇച്ചിരി മസാലപ്പൊടി ഇടാം. കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി 2 ചെറിയ സ്പൂൺ 2 സ്പൂൺ ഇട്ടു. എല്ലാം കൂടെ ഒന്ന് ഇളക്കാം. നമുക്ക് ഈ കൂമ്പിടാം. കൂമ്പ് കൊത്തി വെച്ചേക്കുന്നു.
നമുക്കിതൊന്ന് ചെറിയ കൂമ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേകട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, ആ ആവിയിലൊന്ന് ചെറുതായിട്ട് ഇരുന്നാൽ മതി. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഇത് മാഷ് ചെയ്തെടുക്കാം. അത് പൊടിക്കുന്നതിനായിട്ട് അമ്മ ഇപ്പം തൈര് ഉടയ്ക്കുന്ന ചെറിയൊരു മത്തുണ്ട്, അതാ എടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം പൊട്ടറ്റോ മാഷറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ച് ഇത് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും. കൈ കൊണ്ട് വേണേലും ഉടയ്ക്കാം. കൈ കൊണ്ടാണ് നല്ലത്, ഇതിലും നല്ലത്. കൈ കൊണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഏറ്റവും നല്ല, ഒന്നും വേണമെന്നില്ല. വേണ്ട, നല്ലതായിട്ട് കൈ കൊണ്ട് ഉടയ്ക്കാം. അത് ഇതൊന്ന് തുറന്ന് നോക്കാം. റെഡിയായി. നമുക്കിനി ഇതിനകത്തോട്ട് കിഴങ്ങും കൂടി ഇടാം. നമുക്ക് നല്ലതായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് ഒഴിപ്പിച്ചെടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലൊന്ന്, നല്ലതാണോ എന്ന്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുക, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ ഈയിടെ ഞങ്ങൾ ഇട്ടിരുന്ന കട്ട്ലറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ? മുട്ട ചിക്കിയുള്ളത്. ഇവിടെ എന്തായാലും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം തികഞ്ഞില്ലായിരുന്നു. അതുപോലെ നിങ്ങളും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. കമന്റായിട്ട് അറിയിക്കണം കേട്ടോ. നമ്മളിത് റെഡിയായി. നമുക്കിത് ഒന്ന് ആറിയിട്ട് ഉരുട്ടിയെടുക്കാം. കട്ട്ലൈറ്റിന്റെ പരുവത്തിന് മസാല റെഡിയായി. നമ്മൾ ബ്രെഡ് പൊടിക്കാൻ പോവാണ്. ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ എന്തോ ആണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അത് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ ഒരു 7-8 ബ്രെഡ് എടുക്കുന്നുണ്ട്. കാരണം കൂമ്പൊക്കെ ഇച്ചിരി ഏറെ ഉള്ളത് കൊണ്ട്. ഇതിപ്പോൾ 5 എണ്ണം ഉണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. എടുത്തിട്ട് പിന്നെ ബാക്കിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാടൻ മുട്ടയല്ല എടുക്കുന്നത് കൊണ്ട് ഒരു 4 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ എടുക്കാം. 4 എണ്ണം അങ്ങോട്ട് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. മുട്ടയ്ക്ക് അതൊരു ശകലം ഉപ്പൊഴിക്കാം നമുക്ക്. ഇങ്ങനെ അടിച്ചാൽ മതി. ഞാൻ മൊത്തം അങ്ങ് അടിച്ച് എല്ലാവരുടെയും ഇഷ്ടം പോലൊക്കെ എടുക്കുക. മുട്ടയുടെ വെള്ള മാത്രം എടുക്കുന്നവരും ഉണ്ട്. പക്ഷെ അമ്മയാണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ട്. മുട്ട മഞ്ഞയും വെള്ളയും. പിന്നെ കൂമ്പ് കണ്ടിക്കുമ്പോഴാണെങ്കിൽ വല്ല ഗ്ലൗസ് വല്ല വേണം, അല്ലെങ്കിൽ അമ്മയുടെ കയ്യില് കറയായി. കയ്യല്ല എല്ലാരും ഓർക്കും അഴുക്കാന്ന്. അഴുക്കല്ല, കൂമ്പിന്റെ കറയാ. നമുക്ക് ഓരോ ഷേപ്പിലായിട്ട് ഉരുട്ടിയെടുക്കാം. അമ്മ റൗണ്ടാണ് എടുക്കുന്നത് അതോ? അല്ല, കട്ട്ലൈറ്റിന്റെ ഇതില്. ഇങ്ങനെ കട്ട്ലൈറ്റ് പോലെ അങ്ങനെ എത്ര ഇതിലമ്മ ഉരുട്ടിയെടുത്തുണ്ട്. അങ്ങനെയെല്ലാം നമുക്ക് അതുപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം. നിങ്ങളും മക്കളൊക്കെ ആണെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ കൂമ്പൊന്നും കഴിക്കത്തില്ലല്ലോ. ഇവിടുത്തെ 2 പേരും കൂമ്പൊന്നും കഴിക്കത്തില്ല. അപ്പം ഇങ്ങനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരുടെ വയറ്റിൽ അത് ചെന്നോളും. അവരോട് പറയാനൊന്നും നിൽക്കണ്ട.
കട്ട്ലേറ്റാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താൽ മതി, എല്ലാം കഴിച്ചോളും. നമ്മൾ 21 കട്ട്ലേറ്റ് ഇങ്ങനെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു കൂമ്പും 5 ഉരുളക്കിഴങ്ങും അല്ലേ നമ്മൾ എടുത്തത്. 2 സവോളയും വഴറ്റിയെ അതിന് നമുക്ക് 10-21 ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് മുട്ടയ്ക്കകത്ത് പുരട്ടിയിട്ട് ബ്രെഡ് പൊടി മുക്കിയിട്ട് എണ്ണയ്ക്കകത്ത് ഇടാം. നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകട്ടെ. അത് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് പൊടിക്കകത്ത് മുക്കി എണ്ണയ്ക്കകത്തോട്ടിടാം. നല്ല സോഫ്റ്റ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇനി വറുത്തിടാം. കട്ട്ലേറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആണ്. മറ്റ് കട്ട്ലേറ്റ് പോലെയല്ല, കൂമ്പ് കട്ട്ലേറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മയൊന്ന് മുറിച്ച് കാണിക്കാൻ തന്നെ കണ്ടോ? കണ്ടോ? അടിപൊളിയാ. നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂമ്പൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇതുണ്ടാക്കി കൊച്ചുമക്കൾക്കൊക്കെ കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കമന്റായിട്ട് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.